വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രയേൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 20-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടു എന്ന് ട്രംപ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോഴും ഒന്നും സംഭവിക്കില്ല എന്ന് വേണം കരുതാൻ. ഇസ്രയേലി സൈന്യത്തിന് നേരെ ഹമാസ് വെടിവെച്ചുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി പി ജെയിംസ് തന്നെ ചേരും. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. എന്റെ പി പി, താങ്കളുടെ ഒരു പബ്ലിസിറ്റി വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുക. ആരാധക ലക്ഷങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വി പി എവിടെ എന്ന് ചോദിച്ചു. വി പി ഞാൻ പറഞ്ഞു വി പി വരും, വി പി ഇവിടെ എവിടെയോ ഉണ്ടായി. വലിയ വാർത്തകളൊക്കെ ഇങ്ങനെ ഇടിച്ചു കയറി വരില്ലേ എസ് കെ? അതെ ഇടിക്കാതെ പറയും എസ് കെ. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ നമ്മളെ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. വെടിനിർത്തൽ കരാറായി ട്രംപിന്റെ സമാധാന പദ്ധതി നടപ്പാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് പറയാവുന്നത് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ വ്യോമാക്രമണം നടത്തി ഗസയിൽ 20-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രികളിലേക്ക് മരിച്ചവരുടെ മൃതശരീരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്ത ഒരു തരത്തിൽ ഗസയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. 23 ലക്ഷം പേര് വലിയ ആശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇസ്രായേൽ പോയല്ലോ, ആക്രമണം നിർത്തി. പക്ഷെ ആക്രമണം നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിതീവ്രമായിട്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതിൽ കൊല്ലപ്പെട്ടവരിൽ 4 സ്ത്രീകൾ, 3 പുരുഷന്മാർ, 3 കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ ഹമാസിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്. ഹമാസ് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ഞങ്ങൾ പാലിക്കുന്നില്ല എന്ന്. പക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് തെക്കൻ ഗസയിലെ റഫേൽ കയറി ആക്രമിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ അടിച്ചതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതുപോലെ തന്നെ അവർ ഇന്നലെ വിട്ടുകൊടുത്ത മൃതശരീരം, ഇസ്രായേലി ബന്ദിയുടെ മൃതശരീരം ആ വ്യക്തിയുടെ ആയിരുന്നില്ല, അവർ പറയുന്ന പുതിയ വ്യക്തിയുടേതായിരുന്നില്ല. നേരത്തെ ഓഫീസറായിരുന്ന ഒരു സൈനികന്റെ മൃതദേഹം 2023 തന്നെ ഇസ്രായേലിന് കിട്ടിയതാണ്. അതിൻ്റെ ശരീരഭാഗങ്ങൾ ആണ് അയച്ചത്. അപ്പോൾ അത് പുതിയ ആളുടെ മൃതശരീരമല്ല അയച്ചത്, അത് തട്ടിപ്പാണ്. ഇനിയും 13 പേരെ വിട്ടുകിട്ടാനുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൂടിയാണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് സ്കെയിൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിൽ ട്രംപ് എയർഫോഴ്സ് 1-ൽ ഇരുന്ന് തെക്കൻ കൊറിയയിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് ഒരു തരത്തിലും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടില്ല, പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് കൂടി ട്രംപ് പറഞ്ഞിരിക്കുന്നു. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്കെയിൻ. ബിബി, മറ്റൊരു വാർത്ത വരുന്നുണ്ടല്ലോ. പ്രതിഷേധങ്ങൾക്കിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്തും. ഒരുപക്ഷെ അവർ തമ്മിലുള്ള ഈ കലിപ്പ് അലിഞ്ഞു പോകാൻ കാരണമാകുമോ ഇത്? കാരണം അത് നമ്മളെ കൂടിയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. എസ് കെ, എന്തായാലും ട്രംപിനെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിന്നുകൊടുത്തില്ല. 2 സ്ഥലത്തും ട്രംപ് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയില്ല. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ദക്ഷിണ കൊറിയയിൽ വരുന്നു. ദക്ഷിണ കൊറിയയിലേക്ക് പറക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 കൂട്ടരും, അമേരിക്കയും ചൈനയും ലോകത്തിലെ 2 വൻ ശക്തികളാണ്. അവർ തമ്മിൽ പോരിലാണ്, വ്യാപാര തർക്കമുണ്ട്, വലിയ ഇറക്കുമതി തീരുവ ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ചൈന തിരിച്ചടിക്കുന്നു. ഇതിനിടയിലാണ് ഒരുപക്ഷെ ട്രംപ് രണ്ടാമത് വന്നതിന് ശേഷം ഷി ജിൻപിങ്ങുമായിട്ടുള്ള ഈ കണ്ടുമുട്ടൽ. അത് ദക്ഷിണ കൊറിയയിൽ വെച്ചാണ്. അവിടെ ദക്ഷിണ കൊറിയ 2ന്റെ ഇടയിൽപ്പെട്ടിരിക്കുകയാണ്, ചെറുത്താനും കടലിന് ഇടയിൽപ്പെടുന്ന എന്ന് പറയുന്ന പോലെ. അത്രയും പോയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നത്തിലാണ്. കാരണം ഒരു ഭാഗത്ത് ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ US എംബസിയിൽ വരുന്നു തെക്കൻ കൊറിയയുടെ. അപ്പുറത്ത് നോ ചൈന എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയ്ക്കെതിരാണ്. കാരണം വടക്കൻ കൊറിയയുടെ കൂടെയാണ് ചൈന. തെക്കൻ കൊറിയയുമായിട്ട് വ്യാപാര ഫ്രണ്ട്ഷിപ്പ് മാത്രമാണുള്ളത്. അപ്പോൾ ഇയാളെ ഷി ജിൻപിങ്ങിനെയും ചൈനയും വേണ്ട എന്ന് പറഞ്ഞ് മറുപക്ഷം അവിടെ രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിലാണ് ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാപാരത്തിന് ചൈനയെ വേണം, സൈനിക പ്രൊട്ടക്ഷന്, സംരക്ഷണത്തിന് അമേരിക്കയും വേണം. അപ്പൊ അതിനിടയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.